ഹലോ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോ ഒന്നും ഒട്ടും ഇടുന്നില്ലേ എന്നുള്ളത്. ലോങ് വീഡിയോ ഇടാത്തതിന് പല കാരണങ്ങളും ഉണ്ട് കേട്ടോ. ഒരു കാരണം ദേ ഈ ഇരിക്കുന്നതൊക്കെ കൂടെ തന്നെയാണ് കേട്ടോ. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും അങ്ങനെ വലിയ സമയമൊന്നും ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ റെപ്യൂട്ടേഷനൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ വ്യൂസൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞൊക്കെയാണ് വരുന്നത്. ഷോർട്സൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ആക്റ്റീവായി നിൽക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ അതിങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ ഇടയിൽ കൂടെ ഷോർട്സ് ഇട്ട് പോയാലും. പിന്നെ നമ്മളുടെ വീട് മൊത്തത്തിലൊരു നെറ്റിപ്പട്ട മയത്തിലാണ് ഇട്ടിരിക്കുന്നത്. പോരാത്തതിന് നമ്മളെ ഡ്രസ്സുകളും എല്ലാം കൂടെ ആകെ ഒരു കോലാഹല മയത്തിലാണ് വീടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒരുപാട് ഓർഡറുകൾ നെറ്റിപ്പട്ടത്തിൻ്റെ വരുന്നുണ്ട് കേട്ടോ. സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആളുകളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഓണാകുമ്പോഴേക്ക് ഈ വന്നിരിക്കുന്ന കുറേ പെൻറ്റിങ് ഉണ്ട്. നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തിടമ്പൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല ഓർഡറുകളും കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ സ്വന്തമായിട്ട് 10 രൂപ ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്ത് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് തരുന്ന സുഖം എന്ന് പറയുന്നത് വലിയൊരു സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും താങ്ക്സ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കണ്ണൻകുട്ടിയുടെ അടുത്ത് തന്നെയാണ്. എന്നും ഞാനത് പറയാറുണ്ട്. അവരെൻ്റെ അടുത്ത് സഹകരിച്ച് എൻ്റെ കൂടെ ഇരുന്ന് വലിയ അലമ്പൊന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കുന്നത് കാരണമാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും വാശി പിടിച്ച് കരഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കും ചിലപ്പോൾ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് നമ്മളെ കണ്ണൻകുട്ടിയുടെ അടുത്ത് തന്നെയാണ്. കണ്ണനാണെങ്കിലേ ഇപ്പോൾ ടോയ്സൊക്കെ വെച്ച് കളിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ നൂല് കെട്ടുന്നതും കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് ടോയ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഇരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ മാത്രമല്ല കേട്ടോ ഓർഡറുകളൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ്റെ തിടമ്പിൻ്റെ, സാധാരണ തിടമ്പിൻ്റെ, അതുപോലെ ആലവട്ടം മയിൽപ്പീലി വെച്ചത്, ത്രെഡ് വെച്ചത്, അങ്ങനെയൊക്കെ ആയിട്ട് ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓണത്തിന് എന്തായാലും 2 ദിവസം എൻ്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണം. ഞാൻ ഒരുപാട് നാളായിട്ടോ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട്. അപ്പോൾ 2 ദിവസം എന്തായാലും അവിടെ പോയി നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് എനിക്ക് ഈ പണികളൊക്കെ ഒന്ന് തീർക്കണം. അതുകൊണ്ട് ഇപ്പോൾ വീട് മൊത്തം ഒരു നെറ്റിപ്പട്ട മയത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. കാണുമ്പോൾ നല്ല രസമാണ്, ഫുൾ കളർഫുള്ളായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോഴേ അതും നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടാണെന്നേ. പക്ഷേ ഇതെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം എന്നുള്ള ഓരോ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഞാൻ ഓരോ ദിവസവും എണീറ്റ് വരുന്നത്. പിന്നെ ഓരോന്നൊക്കെ തീർന്നിട്ട് നമ്മളത് കൊറിയർ അയക്കാനൊക്കെ ഇരിക്കുമ്പോഴുണ്ടല്ലോ അപ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അത്രയും ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കി നല്ല ഭംഗിയായി എന്നൊക്കെ നമുക്ക് തോന്നി. പിന്നെ നമ്മളത് കൊറിയർ ചെയ്യാനായിട്ടിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്